എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും വളരെയധികം ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്. ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മറ്റ് കറികളൊന്നും ആവശ്യമില്ല. ഇതുപോലൊരു കറിയും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടാലോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചക്കക്കുരുവും അതുപോലെ തന്നെ ഒരു ചെറിയ കെട്ട് ചീര ആവശ്യമുണ്ട്. ചുമന്ന ചീരയാണ് ഞാൻ എടുത്തേക്കുന്നത്. പച്ച ചീരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 15 പീസോളം ചക്കക്കുരു അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ കൈപ്പിടി ചീരയും ഇടുന്നുണ്ട്. ചീര നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ചക്കക്കുരു എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചുരണ്ടി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. നുറുക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു എല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരുവിന് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലടുപ്പിച്ച് വേവിക്കുമ്പോൾ തന്നെ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. 3 കഷ്ണം ചെറിയുള്ളി, എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഈ അരപ്പിനൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൂട്ട് ലേശം വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഈ മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചീര കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്നു പോയ ശേഷം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചീരയൊന്ന് വഴറ്റിയെടുക്കണം. ചീരയൊന്ന് ആ ഓയിലുമായിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കിടക്കണം. ചീരയൊന്ന് ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ചീരയും ചക്കക്കുരുവും ഒക്കെ ഉള്ളപ്പം ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ ഒഴിച്ചുണ്ണാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നും നമ്മൾ ചീരത്തോരനും ചക്കക്കുരു മെഴുക്കുവരട്ടിയും ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഇവ രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചീര 2-3 മിനിറ്റ് ഞാൻ ആ ഓയിലുമായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇപ്പോഴത്തേക്കിന് കണ്ടോ ചീരയുടെ ആ അരിഞ്ഞ ആ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പീസസ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കുറുക്കം കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് ചക്കക്കുരുവിൻ്റെ പീസുകളൂടി ഈ കറിക്ക് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് എല്ലാ പീസസും അങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി തേങ്ങയുടെ ആ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അരപ്പും കൂടെ ആ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അരപ്പിൻ്റെ ആ ഒരു റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2-3 മിനിറ്റ് അരപ്പും കൂടെ ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളം വേണം ഇനി ചേർത്ത് കൊടുക്കാൻ. നമുക്ക് കറിക്ക് എത്രത്തോളം കൺസിസ്റ്റൻസിയിൽ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഇളം ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് ചക്കക്കുരുവും ചീരയും കൂടെ ഒരുമിച്ച് കുക്കറി വേണമെങ്കിൽ വേവിച്ചിട്ട് ഇതുപോലെ അരപ്പ് ചേർത്ത് തയ്യാറാക്കി എടുക്കാം ഈ ഒരു കറി. അതിലും ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചീരയൊന്ന് ഓയിലൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായിരിക്കുന്ന കറിയിലോട്ട് നമ്മൾ ഇളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചൂടായിരിക്കുന്ന കറിയിലോട്ട് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തൊരു വറവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരുവും ചീരയും ചേർന്നിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പപ്പടമോ എന്തെങ്കിലും ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. വറവ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു 3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറി ലീഫും കൂടെയാണ് മൂപ്പിച്ചെടുക്കുന്നത്.
ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേന് 2 വറ്റൽമുളക് നുറുക്കിയതുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വറവും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലാവും. വറവൂടെ ചേർത്ത് കൊടുത്തൊരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം വേണം കറി സെർവ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കൊപ്പം സെർവ് ചെയ്യാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ്. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ചക്കക്കുരുവൊക്കെ ഉടച്ചു കൊടുത്തത് കൊണ്ട് കറി നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല ഈവനിങ്ങിൽ വേണമെങ്കിൽ കട്ടൻ ചായക്കൊപ്പം വേണമെങ്കിലും ഇത് കോരി കഴിക്കാനായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇനി ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൽ ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.